ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ വ്യാപകമായ വ്യാജ വോട്ട് കോൺഗ്രസും ബി ജെ പിയും ചേർത്തിയിരിക്കുകയാണ്. വ്യാപകമാണത്. ആയിരക്കണക്കിന് വോട്ടാണ് കോൺഗ്രസും ബി ജെ പിയും ചേർത്തിയിട്ടുള്ളത്. അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ തെളിവുകൾ തന്നെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നൂറുകണക്കിന് വോട്ടർമാരെ ചേർത്തിയതിൻ്റെ ഒരു തെളിവാണ് ബൂത്ത് നമ്പർ 177. ബൂത്ത് നമ്പർ 177 ഇതിൽ മാത്രം തിരിച്ചറിയാൻ പറ്റാത്ത 37 വോട്ടർമാരെയാണ് ചേർത്തിയിട്ടുള്ളത്. 177. ഈ 37 വോട്ടർമാർ ആ ബൂത്തിലുള്ളവരെയല്ല. അപ്പോൾ മറ്റേതോ പ്രദേശത്ത് നിന്ന് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ചേർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ 176, സീരിയൽ നമ്പർ 1516, ഒരു ജയരാമൻ. ഇവിടെ കണ്ണാടിയിൽ സീരിയൽ നമ്പർ 86 വോട്ടറുണ്ട്. അദ്ദേഹത്തിന് മലമ്പുഴ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ഞങ്ങൾ കൈകെട്ടിയിരിക്കുന്നത്. മലമ്പുഴ മണ്ഡലത്തിലെ 86 സീരിയൽ നമ്പർ 86 176 ബൂത്തിൽ വോട്ടുണ്ട്. ഇവിടെയും കണ്ണാടിയിലും അങ്ങനെ നൂറുകണക്കിന് വ്യാജ വോട്ടർമാരെ കോൺഗ്രസും ബി ജെ പിയും ചേർത്തിയിരിക്കുന്നു. ഈ വോട്ടർമാർ പൂർണ്ണമായും വ്യാജ വോട്ടർമാരാണ്. ഇത് വളരെ മുമ്പ് തന്നെ കോൺഗ്രസും ബി ജെ പിയും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ചേർത്തിയതായിട്ടാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ട്. ഇത് മുഴുവൻ ഈ വോട്ടർമാർ മറ്റ് പഞ്ചായത്തുകളിലും മറ്റ് മണ്ഡലങ്ങളിലും വോട്ടർമാരായിട്ടുള്ളവരെ വ്യാജമായി ഇവിടെ ചേർത്തിയ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല. അത് അനുവദിക്കാൻ പാടില്ല. നിയമപരമായി പരിശോധിക്കപ്പെടണം. നിർബന്ധമായും ആ വോട്ടർമാരെ വോട്ട് ചെയ്യാതിരിക്കാനുള്ള നിയമ നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കണം. അങ്ങനെ ആയിരക്കണക്കിന് വോട്ടർമാർ വ്യാജ വോട്ടർമാരെ ചേർത്തി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുന്നത്. വ്യാജ ID കാർഡ് നിർമ്മിച്ച നല്ല പരിചയസമ്പന്നനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് UDF എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അതിശയോക്തിപരമല്ല. നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. സ്വാഭാവികമായും ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിടയുണ്ട് എന്ന് ആശങ്കപ്പെട്ടത് വ്യക്തമാകുന്ന രീതിയിലാണ് വോട്ടർ പട്ടികയിലെ വ്യാജ വോട്ടർമാരെ ചേർത്തിയിട്ടുള്ളത്.